5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കണ്ണൂരിലെ പി ജയരാജന്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നതിനും പി ജയരാജന് പാർട്ടിയിൽ ഒരു അപ്രമാദിത്വം കിട്ടുന്നതിനെ കൊണ്ട് PG ആർമി എന്ന് പറഞ്ഞൊരു സംഘം പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അവസാനം അത് വലിയ വിവാദമായി. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ അതിൽ ഇടപെട്ടു. അവസാനം അത് പി ജയരാജൻ തന്നെ പറഞ്ഞു PG ആർമി ഇല്ല എന്ന് പറഞ്ഞത് റെഡ് ആർമി എന്ന പേരിലേക്ക് മാറി. അപ്പോൾ റെഡ് ആർമി എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നന്ദിയുണ്ട് മാഷേ, ഇങ്ങനെ വിജയിപ്പിച്ച് തന്നതിന്, ഞങ്ങളെ വിജയിപ്പിച്ചതിന് നന്ദിയുണ്ട് എന്നൊരു പോസ്റ്റ് ഇട്ടു. അത് വളരെ വൈറലായി സോഷ്യൽ മീഡിയയിൽ കറങ്ങുകയാണ്. അപ്പോൾ കറങ്ങുന്നതിന് അറിഞ്ഞതുകൊണ്ട് പാർട്ടി ഇടപെട്ടിട്ട് ആ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. എന്നാലും ഇട്ട പോസ്റ്റ് എല്ലാവരും ഏറ്റെടുത്തത് കൊണ്ട് ആ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടും മറ്റു കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്, മറ്റ് ഫോൾഡറുകളിൽ. ശരിക്കും പറഞ്ഞാൽ നന്ദിയുണ്ട്, നന്ദി പറയേണ്ടത് തന്നെയാണ്. ഈ നമ്മുടെ അപ്പം ഗോവിന്ദൻ്റെ അപ്പം വിൽക്കാൻ ഇപ്പം ഇനി കേരളത്തിൽ സാധ്യതയില്ല. അദ്ദേഹം താത്വിക ആചാര്യനാണ്. അങ്ങനെ ഒപ്പിച്ചെടുത്താൽ താത്വിക ആചാര്യനാവൂല. EMS എന്നൊക്കെ പറഞ്ഞാൽ EMS, സി ഭാസ്കരൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ ആളുകളുണ്ടായിരുന്നു. പിന്നെ സംഘാടകരിൽ AKG പോലുള്ള ആളുകൾ, നയനാരെ പോലുള്ള ആളുകൾ, അങ്ങനെ വലിയൊരു പാരമ്പര്യമുണ്ട് CPM-ന്, അതൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ആ ഒരു പിന്നെ EMS-ൻ്റെയൊക്കെ കാലം കഴിഞ്ഞു, സി ഭാസ്കരനെ പോലുള്ള എഴുതുന്നവരുടെ കാലം കഴിഞ്ഞു, എഴുത്തുകാരുടെ കാലം കഴിഞ്ഞു. ഡോക്ടർ തോമസ് ഐസക്കും അതുപോലെ തന്നെ അനിയനും സഖാവ് EMS-ൻ്റെ മകൻ അനിയൻ നമ്പൂതിരിപ്പാടും ഒക്കെ കുറേ ദേശാമനിലൊക്കെ എഴുതി, പിന്നെ CP നാരായണനൊക്കെ എഴുതി വന്ന ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഐസക്കൊക്കെ രാഷ്ട്രീയത്തിൽ പോയി, CP നാരായണൻ രാഷ്ട്രീയത്തിൽ പോയി. അങ്ങനെ ഒരു ബുദ്ധിജീവി പരിപാടിയില്ല. പിന്നെ ദേശാമനിൽ രാജീവ് കുറച്ചൊക്കെ എഴുതുമായിരുന്നു, പിന്നെ രാജീവ് ഭരണത്തിലേക്ക് പോയി. അപ്പോൾ ആ ഗ്യാപ്പ് നോക്കി ഞാൻ അടുത്തൊരു ബുദ്ധിജീവി മാഷ്, പേരിലും മാഷ് ഉള്ളതുകൊണ്ട് മാഷ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കയറി വന്ന് ഗോവിന്ദൻ മാഷ് ചൂലെടുക്കുന്നു. ക്രോണി ക്യാപിറ്റലിസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, ഒരുപാട് സെമിനാറുകൾ നടത്തുന്നു. ചില സെമിനാറുകളിൽ വിഷയത്തിൻ്റെ താല്പര്യം കൊണ്ട് ഞാനും വന്നിരുന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് എന്തോരം അറിവ, പക്ഷെ തള്ളുന്നതെല്ലാം കുഴപ്പമാണെന്ന് പിന്നെ റെഫർ ചെയ്യുമ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഗോവിന്ദ മാഷ് ഇങ്ങനെ തള്ളി അവസാനം ഒരു തള്ളി, വല്ലാതെ തള്ളി. അത് അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മുടെ 1967-ലും 1970-ലുമൊക്കെ കൂത്തുപറമ്പിലെ തെരഞ്ഞെടുപ്പിലും അതുപോലെ തലശ്ശേരിയിലെ തെരഞ്ഞെടുപ്പിലും ഉദുമയിലുമൊക്കെ RSS-മായി ഞങ്ങൾ കൈകോർത്തിട്ടുണ്ട്, അതിനെന്താ എന്നൊക്കെ ചോദിച്ച് അത് പലരുമായിട്ട് ഞങ്ങൾ കൈകോർക്കുമെന്നൊക്കെ പറഞ്ഞ് അഭിലാഷ് മോഹനോട് ചൂടായി. അതും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടില്ലേ? തെരഞ്ഞെടുപ്പിൻ്റെ 3 മണിക്കൂറിൽ, തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പ് നമ്മുടെ TP ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെടുത്തി, കൊലപാതകവുമായി ബന്ധപ്പെടുത്തി നെയ്യാറ്റിങ്കര തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, സെൽവരാജ് രാജിവെച്ച തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുമ്പോൾ VS അച്യുതാനന്ദൻ അവിടെ പോയിരുന്നല്ലോ, രമയെ കാണാൻ പോയിരുന്നത് വലിയ വിവാദമായിരുന്നു അന്ന്. അങ്ങനെ സെൽവരാജ് ജയിക്കുകയും ചെയ്തു, മാറി UDF-ൻ്റെ ഭാഗമായി നിന്ന് ജയിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ പറഞ്ഞു, പാർട്ടി അന്നേ പറഞ്ഞതാണ്, അന്നും ഗോവിന്ദൻ മാഷൊക്കെ പാർട്ടിയിലുണ്ട്, അന്നേ പറഞ്ഞതാണ് അനവസരത്തിൽ വാ തുറക്കരുതെന്ന്. പക്ഷേ വാ തുറന്നു. അങ്ങനെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് ഒരുപാട് പേർക്ക് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആര്യടൻ ഷൗക്കത്ത്, ആ ഡെഡിക്കേറ്റ് ചെയ്യുന്നവരിൽ ഒരു ഡെഡിക്കേഷൻ കൊടുക്കേണ്ടത് ഗോവിന്ദൻ മാഷിന് തന്നെയാണ്. അദ്ദേഹം കറക്റ്റ് സമയത്ത് വളരെ കൃത്യമായി അദ്ദേഹം അടിച്ചു. ആ അടി 24 മണിക്കൂറുകൾ നിന്നില്ല, തെരഞ്ഞെടുപ്പിന് മുമ്പായതുകൊണ്ട്. അതിനിടയിൽ റിസൾട്ട് മാറി മറിഞ്ഞു. അത് കഴിഞ്ഞാണ് പിന്നെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും കൂടി ഇങ്ങനെ അതിലൊരു യോഗത്തിൽ, സമ്മേളനത്തിൽ വെച്ച് പിണറായി പറഞ്ഞു, അനാവസരത്തിൽ ആര് വാ തുറന്നാലും അത് തെമ്മാടിത്തരമാണെന്ന് പറഞ്ഞു. എന്നാൽ നേരിട്ട് അപ്പം ഗോവിന്ദനോട് പറയാൻ പറ്റില്ല. എങ്കിൽ ഗോവിന്ദൻ മാഷ് വേറെ രൂപത്തിൽ തന്നെ പ്രതികരിക്കും. കാരണം ഇതെല്ലാം കൂടി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അത് വലിയ പ്രയാസമാണ് പരസ്പരം പറയാൻ. മുഖത്ത് നോക്കി, പണ്ടാണെങ്കിൽ സഖാവ് പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു പാർട്ടിക്ക്. ഇന്നിപ്പോൾ വളച്ചു പറയും, അല്ലെങ്കിൽ തിരിച്ചു പറയും, വരികൾക്കിടയിലൂടെ പറയും. വേണമെന്നുള്ളവർ കേട്ടെടുത്തോണം. ചില ഓഫീസർമാർ മീറ്റിംഗ് വിളിച്ച് കൂട്ടിയിട്ട് ആരെന്ന് പറയാതെ കാര്യം പറയും. അപ്പോൾ എല്ലാവരും പരസ്പരം നോക്കും. അപ്പോൾ തെറ്റ് ചെയ്തവർക്ക് അത് മനസ്സിലാവും, ബാക്കിയുള്ളവരും അങ്ങോട്ട് നോക്കും. കുറേ ദിവസം ഓഫീസിൽ ചർച്ച നടക്കും, അങ്ങനെയൊക്കെ നടക്കും. അതുപോലെ മീറ്റിങ്ങിൽ ആരെന്ന് പറയാതെ പിണറായി പറഞ്ഞു, വാ തുറക്കുന്നവർ ശ്രദ്ധിച്ച് വാ തുറക്കണം. അപ്പോൾ അപ്പം നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, തമ്പ്രാൻ ഞാൻ ഇനി വാ തുറക്കുന്നതല്ല എന്ന് പറഞ്ഞു. ഓ തമ്പ്രാനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. എന്തായാലും തമ്പുരാൻ കളിയിലും ക്യാപ്റ്റൻ കളിയിലും കപ്പിത്താൻ കളിയിലുമൊക്കെ ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിന്ന് പോകുന്നു. കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോവുകയാണ്. അത് കേരളത്തിൽ കാലാവസ്ഥ വ്യതിയാനം കൂടി ഉള്ളതുകൊണ്ട്, ആഗോളതാപനം ഉള്ളതുകൊണ്ട്, കടൽ വല്ലാതെ ചൂടാകുന്നതുകൊണ്ട് പെട്ടെന്ന് ഒലിച്ചു പോവുകയാണ്. അത് ലോകമാകെ ഉള്ളത് ഒലിച്ചു പോയി, ഇന്ത്യയാകെ ഉള്ളത് ഒലിച്ചു. അവസാനത്ത് കടലോരത്ത് എത്തി നിൽക്കുകയാണ്. അത് ബാക്കി കൂടി പോകാതിരിക്കണമെങ്കിൽ ഗൗരവമായ തിരുത്തലുകൾ ആവശ്യമുണ്ട്. എന്തായാലും റെഡ് ആർമി അതിട്ട് അവരത് പിൻവലിച്ചു. അവർ പിൻവലിച്ചെങ്കിലും അവർക്കും അറിയാം ഇത് ഏറിൽ നിൽക്കും, കുറച്ച് പേര് ഇത് ഏറ്റെടുത്ത് ഏറിൽ നിർത്തുമെന്ന്. എന്തായാലും അവർ പറഞ്ഞത് ശരിയാണ്. നന്ദിയുണ്ട് ഗോവിന്ദൻ മാഷേ. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുക,
പറഞ്ഞാലും നിങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പോണില്ല. അതിനുള്ള കരുത്തൊന്നും ഇന്ന് ആർക്കും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ പറയുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഗോവിന്ദൻസ് അപ്പം എന്ന് പറയുന്ന നിങ്ങൾ വളരെ പ്രസിദ്ധമാണ് അത്തരം കാര്യത്തിൽ. അത് വിറ്റുകൊണ്ടിരിക്കുക, അതെല്ലാവർക്കും കൊടുക്കുക. ക്യാപ്സ്യൂളുകളുടെ കാലം കഴിഞ്ഞു. ഇനി ഗോവിന്ദൻസ് അപ്പത്തിൻ്റെ കാലമാണ്. അത് നന്നായി വിറ്റ് പോകട്ടെ. അതിനിടയിൽ ഇങ്ങനെ വായടച്ചിരിക്കാൻ പറഞ്ഞാൽ അത്രയും നന്ന്. കൂടുതൽ അപ്പം ഉണ്ടാക്കാമല്ലോ.